രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന് പറയുന്നത് പോലെ മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു, റിമാൻഡ് ചെയ്തിരിക്കുന്നു. 2 ആഴ്ചക്കാലം ജയിലിടിഞ്ഞു വീണാലും പുറത്തിറങ്ങില്ല എന്നൊക്കെ തന്നെയായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾ, ഇന്നലെയും മാധ്യമങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ അറസ്റ്റിൽ പലവിധ വൈരുദ്ധ്യങ്ങളുണ്ട്, പല പാകപ്പിഴകളുണ്ട്. ഇതൊരു പെർഫെക്റ്റ് കേസായി പറയാൻ സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധരടക്കം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. അതിനുദാഹരണമായി പറയേണ്ടത് രാഹുലിൻ്റെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ശാസ്ത്രമംഗലം അജിത് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. 2 കേസുകളിലും സമാന സ്വഭാവമുള്ള 2 കേസുകളിലും രാഹുലിന് ജാമ്യം നൽകിയിട്ടുള്ളതാണ്. അതിൽ പ്രത്യേകമായി പറയുന്നു, എന്ത് വിവരം ചോദിച്ചറിയാനും രാഹുലിനെ സമീപിക്കാം, രാഹുൽ പൂർണ്ണമായും കേസിനോട് സഹകരിക്കണം. അടുത്തതായി പറയുന്ന ഒരു വിഷയം, ജാമ്യ വ്യവസ്ഥകൾ ഏതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ പോലീസിന് എന്ത് ചെയ്യാം? കോടതിയെ അറിയിക്കാം, മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ സാധിക്കും, അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കാം. എന്നാൽ ഇത്തരം നിബന്ധനകളൊക്കെ തന്നെ നിൽക്കുമ്പോൾ അന്വേഷണവുമായി പൂർണ്ണമായും രാഹുൽ സഹകരിക്കുമെന്ന കാര്യം 101% ഉറപ്പാണ്. കാരണം ഒരു തരത്തിലും അകത്തു പോകാൻ രാഹുൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം ഒളിവ് ജീവിതം രാഹുലിന് നയിക്കേണ്ടി വരില്ലായിരുന്നു. തുടക്കത്തിലെ 1ാമത്തെ കേസ് മുതലേ രാഹുലിന് കീഴടങ്ങാമായിരുന്നു. അപ്പോൾ ഇത്രയും തിടുക്കപ്പെട്ട് എന്തിനു വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു? അതിവിദഗ്ധമായി രാഹുലിനെ പൂട്ടി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും രാഹുലിന് മുന്നിലേക്ക് കയറി ചെല്ലാവുന്ന പോലീസ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നത്, വിമർശനം ഒരു കോണിൽ നിന്നും കേൾക്കുന്നത്. ഏത് വിവരം വേണമെങ്കിലും കേസെടുത്ത് മൊഴി രേഖപ്പെടുത്തി പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് രാഹുലിനെ നിർത്തി തന്നെ ചോദിച്ച് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം, മറ്റു നടപടികളിലേക്ക് കടക്കാം. എന്നാൽ രാഹുലിനെ ഒരു ദിവസം അഴിക്കുള്ളിലാക്കണമെന്ന അതിയായ വാശി അത് പോലീസിനോ അതോ പോലീസ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ? ഈ ഒരു ചോദ്യം തന്നെയാണ് കേസിൽ ഉയർന്നു കേൾക്കുന്നത്. കോടതിയിലും സമാനമായ ചില ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അതായത് ഒരു കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ട എല്ലാ തെളിവുകളും ഹാജരാക്കിയില്ലെങ്കിൽ ആ കേസിൽ പോലീസ് പിടിച്ചു നൽകുന്ന പ്രതി വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ ഒരിക്കലും രാഹുലിനെ വെള്ളപൂശുകയല്ല, മറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. സമയമെടുത്ത് സാവകാശമെടുത്ത് തെളിവ് സമാഹരിച്ച് കൃത്യമായ രേഖകൾ, ശാസ്ത്രീയ ഡിജിറ്റൽ രേഖകളാണ് ഇതിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായി പറയുന്ന ഒരു വിഷയം, ആ പെൺകുട്ടി അതിജീവിത ഇപ്പോഴും ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. DNA ടെസ്റ്റിലൂടെ വളരെ എളുപ്പത്തിൽ രാഹുലിനെ കൊടുക്കാനായി സാധിക്കും. കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ 14 ദിവസമല്ല, ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിൽ രാഹുലെ പൂട്ടാനും സാധിക്കും. എന്നാൽ അങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും പോലീസ് അത് അട്ടിമറിക്കുന്ന തരത്തിലേക്കാണോ ഈ ധൃതി പിടിച്ചുള്ള അറസ്റ്റിലൂടെ കയ്യടി നേടാൻ വേണ്ടി, ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ചിലരെയൊക്കെ തന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തിയത്? കോടതിയിലെത്തിയപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയുമായി രാഹുലിന്റെ വക്കീൽ നീങ്ങുകയുണ്ടായി. ഈ ഘട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നാട്ടിൽ പോലും ഈ പെൺകുട്ടി എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഉടൻ എന്നാണോ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് പറന്നെത്തുമെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യുവതി കൊടുത്ത ഉറപ്പ്. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തായിരുന്നാലും കോടതിയിൽ ഹാജരാക്കണമെന്നാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി പ്രൊഡക്ഷൻ വാറണ്ടും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാഹുലിനെ എന്തായിരുന്നാലും നാളെ നേരിട്ട് ഹാജരാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹാജരാക്കിയിരിക്കണമെന്നാണ് പോലീസിന് നൽകിയ നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ രാഹുലിനെ അങ്ങനെ വിട്ടു നൽകാൻ കഴിയില്ല, രാഹുലിന് ജാമ്യം അനുവദിക്കണം എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായും 100% സഹകരിക്കും. സമാനമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും എങ്ങോട്ടേക്കും രാഹുൽ ഒളിച്ചോടാനായി പോകുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ പോയാൽ ഈ പറഞ്ഞ മറ്റ് കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ ഗുണകരമായിരിക്കും രാഹുൽ ഈ ഘട്ടത്തിൽ ഒളിച്ചോടിപ്പോയാൽ. കാരണം മറ്റ് 2 കേസുകളിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പോലീസുകാർക്ക് എന്താ ഇതൊന്നും അറിയില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായിരുന്നാലും രാഹുലിന്റെ അഭിഭാഷകൻ ഈ കേസിൽ പറയപ്പെടുന്ന പോലെ ഒരു ക്രൈം നിലനിൽക്കില്ല എന്നാണ് വാദിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ആത്മവിശ്വാസവും കഴിഞ്ഞ ദിവസത്തെ പുഞ്ചിരിയുമൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നെ പൂട്ടാനായി ശ്രമിച്ചാൽ അപ്പുറം പൂട്ടാനുള്ള തെളിവ് തൻ്റെ കൈവശമുണ്ട്, അത് പുറത്തു വിടുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്.
അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് മജിസ്ട്രേറ്റും ചോദിച്ചിരിക്കുന്നത്. നാളെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചാൽ പുല്ലുപോലെ രാഹുൽ ഇറങ്ങിപ്പോരുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുവതിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ചിട്ടുള്ളതെന്ന് കണ്ടറിയണം. ചാനലിലൂടെ പുറത്തു വരുന്ന ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളും അതുപോലെ വോയിസ് റെക്കോർഡുകളും ഒന്നും തന്നെ കോടതിയിൽ നിലനിൽക്കില്ല. കാരണം ഇതിനെയൊക്കെ മറികടക്കാനുള്ള അതിനുശേഷമുള്ളതും അതിന് മുൻപുള്ളതുമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും കൃത്യമായി രാഹുൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വ്യക്തമായൊരു ഹോംവർക്കിൽ തന്നെയായിരുന്നു രാഹുൽ. ആ ചാറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ അടുത്ത് പോലും പെൺകുട്ടിയുമായി രാഹുൽ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് രാഹുൽ ഈ കെണി പ്രതീക്ഷിച്ചിരുന്നത് തന്നെയായിരുന്നു. എന്തായിരുന്നാലും കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും പ്രതിയെ ഹാജരാക്കിയ ശേഷം നാളെ ആയിരിക്കും ഒരു അന്തിമ തീരുമാനം കോടതി കൈക്കൊള്ളുന്നത്. ബലാത്സംഗ കേസിൽ രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SITയുടെ അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് കരുതാം. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഇഷ്യൂ ചെയ്ത് ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ട കോടതിയിൽ നിന്നും കേസ് സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ എത്താത്തതിനെ തുടർന്നായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായിരുന്നു മാറ്റിയത്. ഇന്നലെ ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകിയെങ്കിലും ഇന്ന് അതിൽ വാദം നടന്നില്ല. കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ വീണത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ ആയിരുന്നു റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചത്. മാവേലിക്കര സബ് ജയിലിൽ 26/2026 നമ്പർ തടവ് പുള്ളിയാണ് രാഹുൽ. ജയിലിൽ പ്രത്യേക പരിഗണന ഒന്നും തന്നെ കൊടുക്കുന്നില്ല. സാധാരണ ജയിൽ പുള്ളിയെ പോലെ രാഹുലും കഴിയുന്നു മാവേലിക്കര സബ് ജയിലിൽ. മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് രാഹുൽ ഉള്ളത്. സെല്ലിൽ പായയിലാണ് രാഹുൽ കിടക്കുന്നത് പോലും. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഏകാന്ത തടവുകാരനായിട്ടാണ് രാഹുലിനെ നിർത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും മറ്റാരുമായും ഒരു ബന്ധം പുലർത്തുന്നില്ല. അതീവ ഗുരുതര സ്വഭാവമുള്ള ബലാത്സംഗ കേസ് അതിൽ റിമാൻഡിലാക്കിയെങ്കിൽ പോലും രാഹുൽ തെല്ലും കുലുങ്ങാതെ ഏറെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇതിൽ നിന്നും എനിക്ക് ഇറങ്ങിപ്പോകാനുള്ള വ്യക്തമായ തെളിവ് തൻ്റെ പക്കലുണ്ട്. ഇതുകൂടാതെ തന്നെ പുറത്തിറങ്ങുമെന്നും ഒരു പാർട്ടിയുടെയും ഒരു പിൻബലവുമില്ലാതെ സ്വതന്ത്രനായി നിന്നാലും ജനങ്ങൾ തന്നെ മനസ്സിലാക്കും, താൻ ജയിക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ വെല്ലുവിളി. എന്തായിരുന്നാലും ഇനി മുന്നോട്ടുള്ള അന്വേഷണം എങ്ങനെയെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഇതിനിടയിൽ തന്നെ പല സംഭവവികാസങ്ങളും നടന്നിട്ടുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട രാഹുലിനെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാൻ കഴിയുന്ന ചില സൂചനകൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്.